What's up, Chelsea fans, football fans? Welcome back to Chelsea ചാനൽ. ചെൽസിയുടെ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി കുറച്ച് കോമഡിയായി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് നമ്മൾ ഏകദേശം ഒരു പ്ലെയറിനെ ഉന്തി തള്ളി ഇനി ടീമിൽ ഉണ്ടാവില്ല, നിന്നെ ടീമിലേക്ക് ഞങ്ങൾ കളിപ്പിക്കില്ല, കൂട്ടൂല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കൊച്ചുനാളിൽ വന്നിട്ട് നമ്മൾ ഈ കൂട്ടുകാരൊക്കെ അടി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഏകദേശം ഒഴിവാക്കി ഇനി ഒരിക്കലും എന്താ പറയണേ ഗ്യാങ്ങിലേക്ക് ചേർത്തില്ല എന്നും പറഞ്ഞ് തള്ളി മാറ്റി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം അവനിപ്പോ ടീമിൽ ഉണ്ടായാലൊരു കുഴപ്പം എന്താണ് എന്ന് ചോദിക്കുന്ന പോലെ അവസാനം ട്രെവോ ചാലബേനെ തിരിച്ച് ലോണ് കഴിഞ്ഞ് തിരിച്ച് വിളിക്കണോ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ചെൽസി ഇരിക്കുന്നത്. അത്രയ്ക്കൊരു ഇവിടെയാണ് പ്രോബബ്ലി ഫസ്റ്റ് ടൈം മേ ബി മേജർലി എന്നെ സംബന്ധിച്ച് ഏറ്റവും ആദ്യമായിട്ട് ഈ ചെൽസിയുടെ റിക്രൂട്ട്മെന്റ് ടീമിനെയും ബോർഡിനെയും കർശനമായി വിമർശിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് ഒരു എക്സ്ക്യൂസ് പറയാനുള്ളത്, നമ്മൾ ടോസിനെ സൈൻ ചെയ്തു, പക്ഷെ ടോസിൻ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എക്സ്പെക്ടേഷൻ മറസ്കയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അത് ലിവ് അപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അച്ചിയം പോങ്ങിനെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷെ നമ്മളൊരു സെന്റർ ബാക്കിന്റെ പുറകെ പോകുന്നു എന്നുള്ളത് തന്നെ സ്റ്റേറ്റ്മെന്റ് ആണ്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പൊസിഷൻ. നമ്മളെ സംബന്ധിച്ച് ഫൊഫാനയുടെ ആബ്സെൻസ് അല്ലെങ്കിൽ മെറസ്കയെ സംബന്ധിച്ച് ഫൊഫാനയുടെ ആബ്സെൻസ് എത്രത്തോളം ടീമിനെ അഫക്ട് ചെയ്യുന്നു. അല്ലാണ്ട് ഞാൻ നേരത്തെ ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള മാച്ച് റിവ്യൂവിൽ പറഞ്ഞാണ്, എത്ര കോച്ചുകൾ ഉണ്ടാവും ലോകത്ത് തന്നെ ടോപ്പ് ക്ലബ്സിനെ മാനേജ് ചെയ്യുന്ന കോച്ചുകൾ തന്റെ കയ്യിൽ ഇരുന്ന് 2 സീനിയർ സെന്റർ ബാക്കുകളെ മാറ്റി നിർത്തി ഒരു 18-19 വയസ്സുകാരനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥ. ആൻഡ് ദാറ്റ്സ് വെരി വെരി റയർ. ഇഞ്ചുറി പ്ലെയേഴ്സ് ആണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം, പക്ഷെ ഇത് പ്ലെയർ 2 സെന്റർ ബാക്ക് അവൈലബിൾ ആണ്, അവരെ എന്നിട്ട് ബെഞ്ചിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ അത്രത്തോളം ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് മെറസ്കയെ സംബന്ധിച്ച് ആ റൈറ്റ് സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാനുള്ള ഒരാൾ എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രെവോ ചാലബയുടെ പേര് കേൾക്കുന്നത്. പോരാത്തതിന് കൂട്ടത്തിൽ ട്രെവോ ചാലബ ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് ഗെയ്യു. അപ്പൊ ട്രെവോ ചാലബനെ ലോണിൽ കൊണ്ടുവരണോ അത് മാർക്ക് ഗെയ്യുവിനെ പെർമനന്റ്ലി സൈൻ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യവും ഡിസ്കഷനിലുമാണ് ഇപ്പോ ചെൽസി ബോർഡ് ഇരിക്കുന്നത്. ഇത് 100% കൺഫേംഡ് അല്ല, ബട്ട് ഒരു സെന്റർ ബാക്ക് വേണം എന്നുള്ളത് ദർ ഇസ് ആൻ ഓപ്പൺ ഡിസ്കഷൻ. ഇത്രയും നാളും നമ്മൾ ആരെയും സൈൻ ചെയ്യേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബോർഡ് ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവസാനം വന്നിട്ട് നമ്മൾ പറയാണ് നമുക്കിപ്പോ ഒരു സെന്റർ ബാക്കിന്റെ അവസ്ഥയുള്ളൂ. കാരണം അത്രത്തോളം ഡെസ്പറേറ്റ് ആണ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ഇവിടെ ട്രെവോ ചാലബ, പേഴ്സണലി എനിക്ക് ട്രെവോ ചാലബ ടീമിൽ വരണം എന്നൊരു ആഗ്രഹമില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെവോ ചാലബയോടുള്ളത് ഉള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നല്ല, അവന്റെ കരിയർ ഡെവലപ്മെന്റ് അവൻ നിൽക്കേണ്ടത് ക്രിസ്റ്റൽ പാലസിലാണ്. ആൻഡ് ഹി ഈസ് ഡൂയിങ് വെൽ. ആൻഡ് അവന്റെ പ്രൊഫൈലിന് പറ്റിയ ടീം ക്രിസ്റ്റൽ പാലസ് ആണ്. ഒരു ഹൈ പൊസിഷൻ ബിഗ് ഗെയിം കളിക്കുന്ന തരത്തിലുള്ളൊരു ഇതല്ല, അവനൊരു ലോ ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മിഡ് ടു ലോ ബ്ലോക്കിൽ നിന്ന് ട്രാൻസിഷൻ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് ട്രെവോ ചാലബ. അതിന് പറ്റിയൊരു ഇതാണ്. ആൻഡ് പോരാതെ ട്രെവോ ചാലബ അത്യാവശ്യം മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നുണ്ട്. ക്രിസ്റ്റൽ പാലസിന്റെ ഹൈലൈറ്റ്സും കുറച്ച് ഗെയിം ക്ലിപ്സും ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ട്രെവോ ചാലബയും അത്യാവശ്യം മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു പ്ലെയർ ആണ്. 100% പെർഫെക്റ്റ് അല്ല, പക്ഷെ ദിസാസിനെക്കാളും ഭേദമാണ്. പക്ഷെ ദിസാസി നമുക്ക് ആവശ്യമുള്ള ഈ ക്വാളിറ്റി ആണെങ്കിൽ ദിസാസി ഇവിടെയാണ്. അപ്പൊ ട്രെവോ ചാലബ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നില്ല. ട്രെവോ ചാലബ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അവന്റെ കരിയർ ഡെവലപ്മെന്റ് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ പാലസിൽ തന്നെ നിന്ന് അവിടെ സൈൻ ചെയ്ത് അവിടെ തന്നെ റെഗുലർലി കളിച്ച് ലെറ്റ് ഹിം ബി എ പെർമനന്റ് ഫിക്സ്ചർ ഫോർ ക്രിസ്റ്റൽ പാലസ്. അവരുടെ കോച്ചിന് ഇഷ്ടമാണ്, ടീമിന് ഇഷ്ടമാണ്, ഫാൻസിന് ഇഷ്ടമാണ്. എന്തിനു വെറുതെ തിരിച്ചു വരണം? പിന്നെ അവന്റെ കൺട്രോളിലല്ല ഇരിക്കുന്നത്. ഇപ്പൊ ചെൽസി അവന്റെ ലോൺ ടെർമിനേറ്റ് ചെയ്യണം അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൺട്രോളിലല്ല ഇരിക്കുന്നത്. പക്ഷെ ചെൽസിക്കാണ് ലോണിൽ ടെർമിനേറ്റ് ചെയ്യാൻ ക്ലോസ് ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം കേട്ടു. അപ്പൊ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ അവിയൽ സാമ്പാർ പരിവത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ മാർക്ക് ഗെയ്യു. ആൻഡ് ഗെയ്യു കുറച്ചും കൂടി ഒരു പോസിബിൾ ടാർഗറ്റ്, കാരണം ക്രിസ്റ്റൽ പാലസിൽ ഇപ്പൊ റെഗുലർലി കളിക്കുന്നില്ല മാർക്ക് ഗെയ്യു. എന്തോ കോച്ചിന്റെ ഒരു ഫേവറേറ്റിസത്തിൽ വരുന്നില്ലാത്തത് കൊണ്ട് മാർക്ക് ഗെയ്യു അവൈലബിൾ ആണ്. പക്ഷെ മാർക്ക് ഗെയ്യു നല്ലൊരു സെന്റർ ബാക്ക് ആണെന്നുണ്ടെങ്കിലും ഏരിയലി ഹീസ് നോട്ട് വെരി ഡോമിനന്റ്. പിന്നെ ഒരു ബോൾ പ്ലേയിങ് സെന്റർ ബാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മൾ ജസ്റ്റ് ബിക്കോസ് സെന്റർ ബാക്ക് നല്ല സെന്റർ ബാക്ക് ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്താൽ അടിപൊളി ആവണമെന്നില്ല. ഒരു ബോൾ പ്ലേയിങ് സെന്റർ ബാക്ക് വേണം, ഹൈ പൊസിഷൻ കളിക്കാനുള്ള വേണം, അണ്ടർ പ്രഷറിൽ കമ്പോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സെന്റർ ബാക്ക് വേണം. അപ്പൊ ഇങ്ങനെ കുറെ കണ്ടീഷൻസ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ഗെയ്യുവിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ആ എക്സ്പെക്ടേഷൻസിൽ മാർക്ക് ഗെയ്യു ഇല്ലെന്നുണ്ടെങ്കിലും മാർക്ക് ഗെയ്യു, ദിസാസി, ബാദ്യേഷേല്, ടോസിന്റെ മറ്റേ ഗ്ലാസർ പറഞ്ഞ ശരിയാണ്. ഈ എത്ര സെന്റർ ബാക്കുകൾ വേണം ചെൽസിക്ക്? 10 സെന്റർ ബാക്കോ? അപ്പൊ എവിടെയോ സെന്റർ ബാക്കിന്റെ സൈനിങ്ങിൽ നമ്മുടെ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി നല്ല ഓണം പാളി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് തന്നെയാണ് നമ്മൾ ഒച്ചയും വെച്ചുകൊണ്ടിരുന്നത്. ഗൈസ്, സൈൻ സം എക്സ്പീരിയൻസ് പ്ലേയേഴ്സ്. നമുക്ക് എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ആൻഡ് എസ്പെഷ്യലി ഇഫ് യു വോണ്ട് ടു ചാലഞ്ച് ഫോർ ടൈറ്റിൽസ്. ആൻഡ് ഈ സീസണിലെ ടൈറ്റിൽ ചാലഞ്ച് ചെയ്താലും അറ്റ്ലീസ്റ്റ് നമുക്കൊരു നല്ല ഗെയിമുകളൊക്കെ നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിലും ഒരു ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് ലെവൽ ഗുഡ് ക്വാളിറ്റി സെന്റർ ബാക്ക് വേണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആൻഡ് ഫൊഫാനയുടെ ഇഞ്ചുറി അത് കുറേയും കൂടെ പ്രൂവ് ചെയ്തു. പിന്നെ ഉള്ളത് നമ്മുടെ
അൻസൽമീനിയോ ലോൺ കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ. ഒറ്റയടിക്ക് അവനെ കളിപ്പിച്ച് അവൻ ആ ഒരു റെപ്യൂട്ടേഷനിലേക്ക് എത്തുമോ? സോ നൗ വി ഹാവ് അൻസൽമീനിയോ, വി ഹാവ് അച്ചിയംപോങ്, ദിസാസി, ടോസൻ ആൻഡ് പോരാത്തതിന് നമ്മളിപ്പോ സൈൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 5ാമത്തെ സെന്റർ ബാക്ക്, പിന്നെ പോരാത്തതിന് വി ഹാവ് ബാദ്യേഷ്, ലെവി കോൾവെൽ. 7 സെന്റർ ബാക്കുകളുള്ള ഒരു ടീമേ. എന്നിട്ടും നമ്മളൊരു ടോപ്പ് ലെവൽ സെന്റർ ബാക്ക് പെയറിംഗ് ഇല്ല എന്ന് പറയുമ്പോഴാണ് അതിലും വലിയൊരു കോമഡി. സോ ഇത് എന്താവും എനിക്ക് അറിഞ്ഞില്ല, ബട്ട് ദിസ് ഇസ് ക്രേസി. ഈ ഒരു ലെവൽ ഓഫ് തോട്ട് പ്രോസസ്. ഇതിനിപ്പോ ഇനി മുന്നോട്ടുള്ള അടുത്ത എപ്പിസോഡ് എന്താണ്, അടുത്ത ചർച്ചാ വിഷയം എന്താണെന്നുള്ളത് കാണാൻ വളരെ വളരെ രസകരമായിരിക്കുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ ഭയങ്കര സൈലന്റ് ആയിരിക്കും, നമ്മൾ കാര്യമായിട്ട് ആരെയും സൈൻ ചെയ്യില്ല എന്നുള്ളത് വിചാരിച്ചു. പക്ഷെ ഇത് നടക്കുന്നു. ലെറ്റ്സ് സി. എൻകുങ്കുവിന്റെ ചെറിയ വാർത്തകൾ കേൾക്കുന്നു, പക്ഷെ അത് നത്തിങ് കോൺക്രീറ്റ്. ഫെബ്രുവരി റൊമാനോ പറഞ്ഞിട്ടുണ്ട് പോസിബിൾ ആണ് ഔട്ട് ഗോയിങ്ങിൽ നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ട് റിപ്ലൈസ്, ബട്ട് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് എഫ് SK ഫ്രം ചസിക്കാരൻ.